പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതോടൊപ്പം നിങ്ങൾക്ക് ചെറിയൊരു ചിന്ത നിങ്ങളിലേക്ക് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആധാരമായിട്ട് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ യഹോവയായ ദൈവത്തെ തന്നെ സേവിപ്പിൻ. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അതോടുകൂടി സകലതും നമ്മൾക്ക് ലഭിക്കുവാൻ ദൈവം ഒരു വാഗ്ദത്തത്തെ കൂടിയാണ് ദൈവം നമ്മൾക്കിതിലേക്ക് തരുന്നത്, ഈ തിരുവചനത്തിൽ കൂടി തരുന്നത്. നമ്മൾക്കുള്ള സൗഖ്യത്തെ തരാൻ ദൈവം മതിയായവനാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, ദൈവത്തെ സേവിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ ദൈവത്തെ സേവിപ്പിൻ. ദൈവത്തെ സ്നേഹിച്ച് വിശ്വസ്തയോടുകൂടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളിലുള്ള രോഗങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ തയ്യാറാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം ഇപ്രകാരം പറയുന്നുവല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ദൈവം മുമ്പേ നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെയും മറന്ന്, ദൈവം നമ്മുടെ ഭവനത്തിൽ നേരിട്ടിറങ്ങി പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം മറന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹത്തിനായി വിരഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ തിരിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിൻ്റെ ദൈവമായ യഹോവയെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്നാൽ അവൻ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമാകുന്ന അടിസ്ഥാനങ്ങൾ, അല്ലെ ഭൗതികമാകുന്ന നമ്മുടെ ആവശ്യങ്ങളെയാണ് ദൈവം സൂചിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെന്നാൽ, ദൈവത്തെ സേവിപ്പാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നടക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ, നമ്മളുടെ മറ്റ് പലവിധമാകുന്ന ഭൗതികമാകുന്ന ഏത് മേഖലകളിലായാലും അതിൽ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവം സന്നദ്ധനാണ്, തയ്യാറാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ സേവിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പം ഈ ഒരു വചനത്തിൽ കൂടെ എനിക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് അതുമാത്രമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയെ തന്നെ നീ സേവിക്കുക, മറ്റൊരു അന്യ ദൈവം നിനക്കുണ്ടാകരുതെന്ന് ദൈവം പറയുന്നത്. അതേപോലെ ആ വാക്കുകളെ അനുസരിച്ച് യഹോവയായ ദൈവത്തെ തന്നെ സേവിപ്പാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നെയും അതിനായി ഞാൻ സമർപ്പിക്കുന്നു. നാം ദൈവത്തെ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നമ്മൾ ദൈവത്തെ നിർത്തി വിശ്വസ്തയോടുകൂടി നമ്മൾ സേവിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവൻ്റെ കരുതലും അനുഗ്രഹവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിപ്പാൻ നമ്മൾക്ക് കഴിയും. വരും ദിനങ്ങളിൽ നമ്മൾക്കതിനായി സാധിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ അധികമായി സേവിപ്പാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ.